സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറ്റവും അവസാനത്തെ ഘടകമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം തകൃതിയായിട്ട് നടക്കേണ്ട സമയമാണ്. അതിനു മുൻപ് ഒരുപാട് കാര്യങ്ങളുണ്ട്. പാർട്ടിയെ സജ്ജമാക്കുക, പാർട്ടി പ്രവർത്തകരെ സജ്ജമാക്കുക, അതോടൊപ്പം പൊതുജനങ്ങളുടെ ഇടയിലുള്ള കൃത്യമായിട്ടുള്ള വിഷയങ്ങൾ, പൊതുജനങ്ങളുടെ ആ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം പരസ്പരം ചർച്ച ചെയ്യുക, ഇതെല്ലാം ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഒരു 6 മാസം മുൻപ് തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിനെയും ഭാരതീയ ജനതാ പാർട്ടി ചെറുതായി കാണാറില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കേരളത്തിൽ മുഴുവൻ BJP നോക്കിക്കാണുന്നത്. വയനാട് ജില്ലയിൽ ഒട്ടേറെ പ്രതികൂല സാഹചര്യങ്ങളാണ് രണ്ട് മുന്നണികളും ചേർന്നുണ്ടാക്കിയിട്ടുള്ളത്. അത് ഇന്ന് ഭരിക്കുന്നവരായാലും ഇന്നലെ ഭരിച്ചിരുന്നവരായാലും അത്തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാനന്തവാടി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞാൽ രണ്ട് കൂട്ടരും ഈ ഒരു നാടിനെ ഇല്ലാതാക്കി എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ അതിനെല്ലാം പരിഹാരം കണ്ടെത്താൻ, പരിഹാരമുണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയാണ് ജനങ്ങൾക്കിടയിൽ ഉള്ളത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും അതിൻ്റെ പ്രതിഫലനം BJP മനസ്സിലാക്കിയിട്ടുണ്ട്, പൊതുജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടാണ് പാർട്ടി കാണുന്നത്. ആ ഗൗരവത്തിൽ തന്നെ അതിൻ്റെ ബാക്കി ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകും. സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ നല്ല രീതിയിലുള്ള കാര്യങ്ങളുണ്ടാകും. ആരൊക്കെയായിരിക്കും മാനന്തവാടി മത്സരിക്കാതെ ഈ 3 മണ്ഡലങ്ങളിൽ മത്സരിക്കാമെന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ടോ? അല്ല, അതൊന്നും ഞാനല്ല പറയേണ്ട ആളുകൾ. അതൊക്കെ അഖിലേന്ത്യാ കമ്മിറ്റിയാണ് നമ്മളുടെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ നടത്തേണ്ടത്. എന്തായാലും ഇവിടെയുള്ള സാധാരണ പ്രവർത്തകരുടെ ഇടയിൽ നിന്നുള്ള ഒരു അഭിപ്രായ സർവേ സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി സ്വാഭാവികമായിട്ടും അത് ഓൾ ഇന്ത്യ കമ്മിറ്റിക്ക് അയച്ചിട്ടുണ്ടാകും. ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾ ഇന്ത്യ കമ്മിറ്റിയാണ് തീരുമാനം. ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഈ പ്രാവശ്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പിന് മുൻപുള്ള, അതായത് സ്ഥാനാർത്ഥി നിർണ്ണയത്തിനുള്ള എല്ലാ പരിപാടികളിലും ഒന്നാമതായി ഇപ്പോൾ ജില്ലയിൽ നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ്. എല്ലാ മണ്ഡലത്തിലും ഒന്നാമതായി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ഓഫീസ് ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതിന് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെ ഞങ്ങൾ നോക്കിക്കണ്ടിട്ടുണ്ട്. ഓക്കെ.